മൂന്നാമത്തെ കാര്യമാണ് മെസ്സയ. മെസ്സയ എന്ന വാക്ക് അതിന്റെ ഹീബ്രു വേർഡും അതുപോലെ തന്നെ അരമായിക് ഗ്രീക്ക് വേർഡൊക്കെ മെസ്സയ എന്ന്. ഗ്രീക്ക് വേർഡ് ക്രിസ്തോസ് എന്നാണ്. ക്രിസ്തോസ് അതിന്റെ എല്ലാ അർത്ഥം അനോയിന്റഡ് വൺ. നമുക്കറിയാം, പഴയ നിയമത്തിൽ തന്നെ അനോയിൻമെന്റ് രാജാക്കന്മാർക്ക്, പുരോഹിതർക്ക്, പ്രോഫറ്റ്സിനൊക്കെ നൽകുന്നുണ്ട്. ഇവിടെ ഞാൻ ചില ടെക്സ്റ്റുകൾ നൽകിയിട്ടുണ്ട്, ഒന്നും വായിക്കുന്നില്ല, നമുക്ക് റെഫർ ചെയ്യാം. അത് രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും ഒക്കെ അനോയിൻമെന്റിന്റെയാണ് ഈ കാണുന്നത്. ചുരുക്കം സന്ദർഭങ്ങളിൽ പ്രോഫറ്റ്സിനെയും അനോയിന്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. 1 സാമുവേൽ 10:1 സാമുവേൽ അനോയിന്റ് സോൾ. അതുപോലെ എക്സോഡസ് 27:1, ലെവിറ്റിക്കസ് 8:12 ഇതിനകത്തെല്ലാം അനോയിൻമെന്റ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുകയാണ്. അഭിഷേകം ചെയ്യുന്ന പ്രത്യേകമായ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെയും കൾമിനേഷൻ മുഴുവൻ ഈശോമിശിഹായിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലാണെങ്കിൽ ആരൊക്കെയാണ് അനോയിന്റഡ് ആകുന്നത്? നമ്മൾ പറഞ്ഞ പോലെ പ്രോഫറ്റ്സ്, പ്രീസ്റ്റ്, അതുപോലെ തന്നെ രാജാക്കന്മാർ. അപ്പൊ ഇവരുടെ 3 പേരുടെയും ദൗത്യം ഈശോമിശിഹായിൽ ഒന്നിക്കുന്നുണ്ട്. അവിടുന്ന് പ്രോഫറ്റ് ആണ്, പ്രീസ്റ്റ് ആണ്, ഷെപ്പേർഡാണ്. അപ്പോൾ പ്രവാചകനും പുരോഹിതനും രാജാവുമായ ഈശോമിശിഹായില് മറ്റൊരു മാനത്തിൽ അത് ഒന്നിക്കുകയാണ്. ദൈവജനത്തെ നയിക്കുവാൻ വേണ്ടിയിട്ട് സവിശേഷമായിട്ട് അഭിഷിക്തരായ ആളുകളായിരുന്നു പഴയ നിയമ ചരിത്രത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും. അവരൊക്കെ അഭിഷിക്തരായി തീർന്നത് ദൈവജനത്തെ വ്യത്യസ്തമായ രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുതന്നെയാണ് ഈശോമിശിഹായിൽ അതിനേക്കാൾ ഏറെ ഉന്നതമായൊരു മാനത്തില് ഒറ്റ വ്യക്തിയില് ഒരുമിച്ച് സമന്വയിക്കുന്നത്. അതുകൊണ്ടാണ് മിശിഹ പ്രവാചകനാണ്, പുരോഹിതനാണ്, ഇടയനാണ്, അല്ലെ രാജാവാണ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് സഭയ്ക്കും കൈമാറിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. മിശിഹായുടെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന അപ്പസ്തോലന്മാരും അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മെത്രാന്മാർ, അവരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാരും വൈദികരും ഒക്കെ ഇതേ ദൗത്യമാണ് ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നത്. പഠിപ്പിക്കുക, അത് പ്രോഫറ്റിന്റെ ദൗത്യമാണ്. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, പുരോഹിതന്റെ ദൗത്യമാണത്. നയിക്കുക, അത് ഷെപ്പേർഡിന്റെ ദൗത്യമാണ്, രാജാവിന്റെ ദൗത്യം. അപ്പൊ ഈ 3 ദൗത്യങ്ങളും വ്യത്യസ്തമായ രീതിയിൽ പൗരോഹിത്യത്തിൽ ഉൾച്ചേരുന്നുണ്ട്. സഭയുടെ ദൗത്യമായിട്ട് തന്നെ ഇത് മാറുന്നു. മിശിഹ എന്ന വ്യക്തിയെ അവതരിപ്പിക്കുന്നുണ്ട് സുവിശേഷങ്ങൾ. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില് നിങ്ങൾക്കായി ഒരു ശിശു, കർത്താവായ മെശിഹ ജനിച്ചിരിക്കുന്നുവെന്ന് ഇടയന്മാർ കൊടുക്കുന്ന സന്ദേശമാണ്. മെശിഹ എന്ന വാക്ക് അത് കൃത്യമായിട്ട് വരുന്നുണ്ട്. മത്തായി സുവിശേഷം 1:16 ബർത്ത് ഓഫ് മെസ്സയ, ഈശോ മെശിഹ ജനിക്കുന്നു എന്ന കാര്യം. ആ മെസ്സയ എന്നുള്ള അഭിഷിക്തൻ ഈസ് ദി അനോയിന്റഡ് വൺ. ഇരണേവൂസിന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉദ്ധരണി ഇങ്ങനെയാണ്. ഈശോമിശിഹായെ അവിടുത്തെ അഭിഷേകം ചെയ്തത് പിതാവാണ്, അഭിഷിക്തനാകുന്നത് പുത്രനാണ്, അഭിഷേകം ചെയ്യപ്പെടുന്നത്, അഭിഷേകം ചെയ്യുന്നത് അഭിഷേകം തന്നെയായ പരിശുദ്ധാത്മാവിനാലാണ്. അപ്പൊ 3 പേരും അവിടെ പ്രവർത്തിക്കുകയാണ്. പിതാവ് അഭിഷേകം ചെയ്യുന്നു, അഭിഷിക്തൻ പുത്രനാകുന്നു, അഭിഷേകം എന്ന പ്രവൃത്തി ചെയ്യുന്നത് അഭിഷേകം തന്നെയായ പരിശുദ്ധാത്മാവാണ്. അവിടെയും തൃത്വത്തിന്റെ ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് സഭാപിതാവായ ഇരണേവൂസ് പഠിപ്പിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 10:38 ഇങ്ങനെയുണ്ട്: നസ്രായനായ ഈശോയെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. കൃത്യമായിട്ടത് സഭയുടെ വിശ്വാസമാണത്. പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും എങ്ങനെ അഭിഷേകം ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. നമുക്കിതും ഈ ഒരു ഈശോയുടെ അഭിഷേകത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും സാവധാനമാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്ന കാര്യം. ഈശോ മിശിഹായാണെന്ന സത്യവും സാവധാനം മാത്രം. എല്ലാവരും എപ്പോഴും റെവലേഷൻസ് എല്ലാം ഒരു ഗ്രാജുവൽ അൺഫോൾഡിങ്, അത് ഓൾ ത്രൂ ദ സാൽവേഷൻ ഹിസ്റ്ററി നമ്മൾ കാണും. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഈശോയുടെ കാര്യത്തിലാണെങ്കിലും പെട്ടെന്ന് അവതരിപ്പിക്കുകയല്ല. കാരണം ഇത് ബലഹീനരായ നിസ്സാരരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന സമയം എടുത്തുകൊണ്ട് ഗ്രാജുവൽ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള സത്യം. ഒരു പബ്ലിക് ആയിട്ടുള്ള റെവലേഷൻ ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ മാമോദിസ വേളയിലാണ്. മിശിഹായാണ്
അവിടുന്ന് അഭിഷിക്തനാവുകയാണ്, മിശിഹ എന്ന നിലയിൽ അഭിഷിക്തനാകുന്നു. ഈശോ തന്റെ ദൗത്യം, പബ്ലിക് ആയിട്ടുള്ള ദൗത്യം, പരസ്യ ജീവിതത്തിന് വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ട് അവിടുന്ന് അഭിഷിക്തനാവുകയാണ്. കർത്താവ് മിശിഹ എന്ന നിലയിൽ അവിടുന്ന് ജനിച്ചപ്പോൾ തന്നെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പബ്ലിക് ആയിട്ട് കർത്താവ് അഭിഷിക്തനാകുന്നത് ഈ സമയത്താണ്. ഇനി പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലും യു ആർ ക്രൈസ്റ്റ്, മാർക്ക് 8:29 നീ മിശിഹായാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണെന്ന കാര്യം പറയുകയാണ്. അഭിഷിക്തനാണെന്നുള്ള കാര്യമാണ് സ്വർഗം വെളിപ്പെടുത്തുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കുന്നതിന് തുടർച്ചയായിട്ട് മെസ്സിയാനിക് സീക്രട്ട് എന്ന ദൈവശാസ്ത്രപരമായ ഒരു ആശയം നമ്മൾ സുവിശേഷങ്ങളിൽ കാണാൻ പറ്റും. പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങളിൽ, ഏറ്റവും പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ. ദിസ് ഈസ് പ്രാക്ടിക്കലി എ വാർണിംഗ് നോട്ട് ടു ടെൽ അബൌട്ട് ജീസസ് ആസ് മെസ്സിയ ബൈ ജീസസ് ഹിംസെൽഫ്. Jesus wants his disciples and other people who experience the real miracles and various other realities. He wants them not to tell, not to speak about his messiahship to anyone else all on a sudden. Warning not to tell about Jesus as Messiah. അത് മർക്കോസിന് ശേഷം 8-ാം അധ്യായം 39-ാമത്തെ വാക്യം പത്രോസിനോട് പറയുന്നതാണ്. പത്രോസിന് സ്വന്തം കഴിവുകൊണ്ട് കിട്ടിയ ഒരു കാര്യമല്ല, മറിച്ച് സ്വർഗം വെളിപ്പെടുത്തിയതാണ്. പത്രോസ് മനസ്സിലാക്കിയിട്ടില്ല കാര്യം, മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാക്കണമെങ്കിൽ അതിന് കർത്താവിന്റെ കുരിശുമരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രോസിനെ കർത്താവ് തടയുന്നത്. സൈറ്റൻ ഗോ ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടയും. എനിക്കിത് പാടില്ല എന്നൊക്കെ, ഇത് ആരോടും പറയരുത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്, മറ്റാരോടും ഇത് വെളിപ്പെടുത്തരുത്. കാരണം പത്രോസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിന് തന്നെ അത് തെറ്റിപ്പോയിരിക്കുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈശോയുടെ സഹന വഴികളിലൂടെ വെളിപ്പെടേണ്ട രക്ഷാകരമായ മെസ്സയാഷിപ്പ് എന്ന സത്യത്തെ അല്ലാത്ത രീതിയിൽ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അതിനെ തടസ്സം നിൽക്കുമ്പോൾ തന്നെ കർത്താവ് പത്രോസിനോട് പറയും, സേറ്റൻ ഗോ ബിഹൈൻഡ്. പത്രോസിനെ അല്ല സാത്താൻ എന്ന് വിളിക്കുന്നത്, മറിച്ച് പത്രോസിന്റെ നിലപാടിനെയാണ് സാത്താൻ എന്ന് വിളിക്കുന്നത്. ആ നിലപാട് അതിൽ തന്നെ സൈറ്റാനിക്കാണ്. അല്ലെങ്കിൽ കർത്താവിനെ, അവിടുത്തെ രക്ഷാകര പദ്ധതിയെ തടയുന്നതെല്ലാം സൈറ്റാനിക്കാണ്. ഈശോയുടെ പരീക്ഷണങ്ങളെ നമുക്കറിയാം. സാത്താൻ കർത്താവിന്റെ പരീക്ഷണങ്ങളിലൂടെ ഈശോയുടെ രക്ഷാകരമായ പരസ്യ ജീവിതത്തെയും പീഡാസഹനത്തെയും മരണത്തെയും തടയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തടയാൻ ശ്രമിക്കുന്നതാണ് സൈറ്റാൻ, അതാണ് സാത്താൻ. തടയുന്നവൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവനാണ് സാത്താൻ എന്ന വാക്കുപോലെ അർത്ഥമാക്കുന്നത്. ഇനി മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും പുറത്താക്കപ്പെട്ട പിശാച് ബാധിതൻ, പിശാചുക്കളെ പുറത്താക്കി പിശാച് ബാധിതനെ കർത്താവ് വിലക്കുന്നുണ്ട്. പറയരുത്, നീ പോയി നേരെ നിന്റെ ഭവനത്തിലേക്ക് പോവുക, മറ്റാരോട് പറയാൻ പോകണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുപോലെ മർക്കോസ് 8:25-26 ബ്ലൈൻഡ് ഹു റിസീവ്ഡ് ദി ഐസൈറ്റ്, അവരോടും പറയാണ് നോട്ട് ടു ടെൽ അബൌട്ട് ദിസ് വൺ ടു എനിവൺ എൽസ്, പറയരുതെന്ന് പറയാണ്. എന്തായിരിക്കും ഇങ്ങനെ? പലയിടത്തും നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഈശോ ഇങ്ങനെ പറയരുതെന്ന് പറയുന്നതിന്റെ കാരണം. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹിസ് കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ബട്ട് ഓഫ് ഇറ്റേണിറ്റി, ബട്ട് ഇറ്റേണൽ. എന്താണത്? ഈ കർത്താവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമൂഹം, ദൈവജനം, ഇസ്രായേൽ ജനം, ഒരു മെസ്സയെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഭൗമികമായ ലിബറേഷൻ ഒരുക്കുന്ന ലോകത്തിന്റെ തരത്തിലുള്ള ഒരു രാജാവായ ഒരു മെസ്സയെ കുറിച്ചാണ്. റോമൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രാജാവായ ഒരു മെസ്സയ. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് അവരുടെ മെസ്സയാഷിപ്പ് അവർ മനസ്സിൽ കണ്ടിരുന്നത് കൂടുതലായിട്ടും. അത് രക്ഷാകരമായ വെളിപ്പെടുത്തലൂടെ ലഭിച്ചതിനേക്കാൾ മാനുഷിക ചിന്തയിലൂടെ രൂപപ്പെടുത്തപ്പെട്ട ഒരു മെസ്സയാ സങ്കല്പമായിരുന്നു. ആ മെസ്സയാ സങ്കല്പത്തെ തിരുത്തുകയാണ് ഈശോ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പോയി അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയെ തന്നെ പിടിച്ച് രാജാവാക്കാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ചില സ്ഥലം. ഈശോ അത് അവിടെ നിന്ന് മാറി നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം. കർത്താവിന്റെ മെസ്സയാഷിപ്പ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത് തന്റെ കുരിശു മരണത്തിലൂടെയാണെന്ന് സത്യം. അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ഇതാ ഈശോ മിശിഹായാണെന്ന കാര്യം വളരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് പത്രോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു ആശയത്തിന്റെ ഒരു പൂർണ്ണത. അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ വിമോചന മൂല്യമായിട്ട് സമർപ്പിക്കാനും വന്ന കർത്താവിലുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഡിസൈപ്പിൾഷിപ്പിലേക്കാണ് വളരാനുള്ളത് എന്ന സത്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ മെസ്സിയാനിക് സീക്രട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത അതാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നടുവിൽ മിശിഹായെ കണ്ടെത്താൻ നമുക്ക് പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ ദൗത്യങ്ങൾക്ക്
ദൈവം തരുന്ന അഭിഷേകം സ്വീകരിക്കാനായിട്ട് പറ്റുമോ? അത്തരത്തിൽ നമുക്ക് കൺവിക്ഷൻ ഉണ്ടാവണം. കുട്ടികളെ നമ്മൾ അത്തരത്തിലേക്ക് നയിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആശയം ഇവിടെ ഉണ്ട്.